പരിശ്രമിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. നോക്കാം എന്താണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഗ്രോ ബാഗത്തെ മെറ്റലിൻ്റെ ഉള്ളിലേ പഴയ മുമ്പ് നട്ട ചെടീൻ്റെ വേര്, അതേമാതിരി തന്നെ മീനിൻ്റെ കാഷ്ടത്തെ കരടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു കൊള്ളിയെടുത്ത് കുത്തി കഴിഞ്ഞാൽ ക്ലീനായിട്ട് പോരും. അപ്പോഴാണ് രണ്ടാമത് കറക്റ്റായിട്ട് വെള്ളം മേലേക്ക് കയറി അമോണിയൊക്കെ ചെടികൾ വലിച്ചെടുക്കാൻ സഹായിക്കുള്ളൂ. അപ്പോൾ ഇത് ബ്ലോക്ക് ഒഴിവാക്കുന്ന പരിപാടിയാണിന്ന്. പിന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യും വേണം. മീനിനൊക്കെ ഒന്ന് മൊത്തം പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ക്ലീൻ ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇത് വെറും മെറ്റലിലാണ് ഈ ചെടിയൊക്കെ നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങളോരോ ഷെയറാണ് നമ്മളെ വിജയം. നിങ്ങളാരും ഷെയർ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ നീക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല വീഡിയോ ഒന്നും ചെയ്യാനേ. നിങ്ങളെ മുന്നിലേക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എത്തിക്കണ്ടേ. പിന്നെ ഈ അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ ഈ ഗ്രോ ബാഗിൽ ചീര, പയർ, ഏത് പച്ചക്കറി, ചേമ്പ് എല്ലാം ഉണ്ടാക്കാം. ഇത് കണ്ട സുഹൃത്തുക്കളെ, ഈ മെറ്റലിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. മണ്ണൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഈ മീനിൻ്റെ അമോണിയ വലിച്ചെടുത്ത് അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് വീണ്ടും ഈ വെള്ളം ഈ കുളത്തിലേക്ക് തന്നെ ചാടുന്നത്. അപ്പോൾ അതിന് മുമ്പ് തക്കാളി തൈ പറിച്ചിട്ട് അതിൻ്റെ വേര് മൊത്തം അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിന് ചെറിയൊരു ബ്ലോക്ക് കൊടുക്കുമ്പോഴാണ് വെള്ളം കറക്റ്റ് പമ്പിങ് നടക്കാത്തത്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ചെയ്യാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണിത്. അപ്പോൾ കുറച്ചിങ്ങോട്ട് വലുതാകുമ്പോഴത്തേന് മീനിനെ പിടിച്ച് പൊരിച്ചെന്നാലേ ചെടിയൊക്കെ വാടിപ്പോവും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണെങ്കിൽ ഒരു 50 മീനിനൊക്കെ ഇടാം. 50 മീനൊക്കെ ഉണ്ടെങ്കിലാണ് ആ വെള്ളത്തിൽ, അത്ര വെള്ളത്തിൽ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക്. അപ്പോഴാണ് അമോണിയ കറക്റ്റ് ആവുള്ളൂ. ഇത് സൺസൺ JTP എന്ന് പറഞ്ഞ 1800 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ പറ്റിയ ഒരു പമ്പാണ് ഇവിടെ ഫിറ്റാക്കിയുള്ളത്. അതിന്മേൽ എക്സ്ട്രാ ഓസ് ഘടിപ്പിച്ച് നമുക്കിത് വെള്ളം വറ്റിക്കുന്ന സമയത്ത് വാഴക്കും തെങ്ങിനൊക്കെ നനക്കാവുന്നതാണ്. നല്ല അമോണിയ അടങ്ങിയ വെള്ളമായതുകൊണ്ട് നല്ല പച്ചക്കറി ഉണ്ടാവും ഈ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് മോട്ടറൊക്കെ ഓണാക്കിയ സ്ഥിതിക്ക് ആ ബീൻസിനൊക്കെ കുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടലുണ്ടാക്കാം. ഞങ്ങളുടെ നാട്ടിൽ കോട്ടൽ എന്നാ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കൊള്ളി ഉണ്ടാക്കാം. 2 കുടംപുളിൻ്റെ തൈയാണിത്. അത് ഉണങ്ങിയ മാതിരി ഇല കൊഴിഞ്ഞ് കിടക്കുകയാണ്. അത് നട്ടിട്ട് 9 കൊല്ലമായി, ഇപ്പോഴും കായ്ച്ചിട്ടില്ല. അതിന് നടുവിലൊരു മാങ്കോഷിൻ്റെ തൈയുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു മോപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ അടിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മോട്ടർ ഓണായി കിടക്കുകയാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, വെള്ളം വറ്റി ഒക്കെ ഒന്ന് സെറ്റാകുമ്പോഴത്തേനേ ഉച്ചക്കുള്ള ഒരു താളിപ്പിനുള്ള കുറച്ച് മത്തൻ്റെ ഇല ഉള്ളട്ടെ. അപ്പോൾ ഈ കോഴിക്കാർപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 5-8 മാസമായി, വളരുന്നില്ല. എന്തായാലും ആദ്യം കുറേ അക്വാറിയത്തിലിട്ടിനു. പിന്നെ ഈ പിലോപ്പി നല്ല വളർന്നിട്ടുണ്ട്, അത് കുറച്ചായിട്ടുള്ളൂ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം വറ്റിക്കാതെ കുറച്ചവിടെ നിർത്തിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ വെള്ളം നിറക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സംഭവമേ, ഈ അക്വാപോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10,000-20,000 റുപ്യ 15,000 റുപ്യൊക്കെ ചിലവ് വരും. അത് വലിയ എന്തോ ലാഭം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. വീട്ടിൽ രാവിലെ നമ്മൾ മീനിന് തീറ്റിട്ട് കൊടുക്കാൻ വരുമ്പോഴൊരു ഉന്മേഷം, അതേപോലെ തന്നെ അത്യാവശ്യം പച്ചക്കറി കിട്ടുക, ഒരു മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമ കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാത്രം കണ്ടാൽ മതി. വാണിജ്യാടിസ്ഥാനത്തിൽ നടത്താം, അതിനനുസരിച്ച് വലിയ പ്രൊജക്റ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ടാങ്കൊക്കെ നിറഞ്ഞ്, കിണറ്റിലെ വെള്ളം ആയതുകൊണ്ടേ കുറച്ച് തണുപ്പും pH-ൻ്റെ കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മീനിന് ചെറിയൊരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. ആ ക്ഷീണം പെട്ടെന്ന് മാറിക്കോളും. ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ താന്നു പോകും. അപ്പോൾ ഈ മെറ്റലിൻ്റെ 1 ഇഞ്ച് താഴെ വെള്ളം വന്ന് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ വെള്ളം 1 ഇഞ്ച് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോട്ടർ താനെ ഓഫായി വെള്ളം ഡ്രെയിൻ ആയിക്കോളും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഓഫ് ടൈം കഴിഞ്ഞാൽ വീണ്ടും ഓണാവും. അങ്ങനെ മാറി മാറി ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും.
ഈ വെള്ളം കണ്ടോ? വെള്ളം ഇങ്ങനെ എല്ലാ ഡ്രമ്മുകളിലും ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. അതിൽ നിന്ന് നിറഞ്ഞ് കവിയാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഈ വെള്ളം ഇത്ര വരാൻ പാടുള്ളൂ. ഈ ഒരു രീതിയിൽ വന്നിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക് ഓഫാവുന്ന രീതിയിലാണ് ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈമറൊക്കെ പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിന്നാൽ അവിടെ പായൽ കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 ഇഞ്ച് താഴെ വരെ വെള്ളം കയറാൻ പാടുള്ളൂ. ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ബീൻസിനൊക്കെ നല്ല കൊള്ളിയൊക്കെ കുത്തി നല്ല സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോകാതെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.